ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നല്ല വെള്ളം പുഴയിൽ വെള്ളം കയറലും പാടത്തും റോട്ടിലും അതേപോലെ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ, ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞ ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പുഴയിലൊക്കെ വെള്ളം കയറിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാടവും പുഴയൊക്കെ ഒന്നായതും റോഡും പാടമൊക്കെ ഒന്നായതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാച്ചിട്ടാണ്. ഒപ്പം റെയിലിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ആടിനെ മേയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോകണത്, റെയിലിൻ്റെ അവിടേക്ക്. അപ്പോൾ റെയിലിൻ്റെ അവിടെ തന്നെയാണല്ലോ പുഴയും. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ അവിടെ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലൂടെ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ആടിനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മേയിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു, അതുമ്പോൾ ഞാൻ കെട്ടിയിട്ടാണ് അങ്ങോട്ട് പോകാൻ വിചാരിച്ചത്. പക്ഷേ ട്രെയിന് വരുന്ന കാരണം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അച്ഛനല്ലേ ആടിനെയൊക്കെ മേയ്ക്കാറ്. അപ്പോൾ എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണ്ടിവരും റെയിൽ മുറിച്ച് കിടക്കാനും. റെയിൽ കടന്നിട്ട് വേണം ഇപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി വരുമ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയതൊക്കെ കേട്ടോ. അങ്ങനെ റെയിൽ കടന്നിട്ട് അപ്പുറത്തേക്ക് ആടിനൊക്കെ അങ്ങോട്ട് ആക്കി അവിടെ കുറച്ച് നേരം ആടിനൊക്കെ തീറ്റിച്ചു. അപ്പോൾ അച്ഛൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. അപ്പോൾ പിന്നെ അച്ഛൻ തന്നെയാണ് ആടിനെയൊക്കെ നോക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ആടിനെ ഉള്ള ഭാഗം കാണിക്കാൻ കേട്ടോ. ഇനി എന്നും ആടിനെ ഇടുക എന്നുള്ളതിലൊന്നും വേണ്ട കൂട്ടുകാരെ. അപ്പോൾ നല്ല തിന്നാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കാരണം മഴക്കാലമല്ല, അതുകൊണ്ട് പിന്നെ ഒരുപാട് തിന്നാനും പുല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ല കേട്ടോ, അധികം വീടുകളൊന്നും ഇല്ല. പിന്നെ പുഴവക്കത്തേക്ക് ഇറങ്ങിയാലും അവിടെ ആ ഒരു വീട് തന്നെ ഉള്ളൂ താമസം. പിന്നെ അധികം താമസമൊന്നും ഇല്ല ആൾക്കാരൊന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഈ ഇടവഴി കാണുന്നുണ്ട്, ഇവിടെ സൈഡിൽ കൂടെ അവിടെയാണ് ഞാൻ കാണിക്കാറുണ്ട് പുഴയിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ കെട്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല, എനിക്ക് കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വെറുതെ പോയി നോക്കാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറച്ചൊരു ഇതന്നെ കാണിക്കണുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കണമൊന്നുമില്ല. ഇനി വരുമ്പോഴേക്കും വണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി വരുമെന്ന് പറഞ്ഞാൽ കയറ് കുറച്ച് നീളത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഴിഞ്ഞു പോവോ അങ്ങനെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും 4 പുറമൊക്കെ നോക്കി വണ്ടി ഇപ്പോൾ എപ്പോഴാണ് വണ്ടി വരുമെന്നറിയില്ല. എന്നാലും അവിടെ എന്തായാലും കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8:15 ആയിരുന്നു. അപ്പോൾ ഒരു 10 മണിക്കൊരു ബസ്സുണ്ട്, ആ ബസ്സിൽ പോകാച്ചിട്ടാണ് ഞാൻ. അപ്പോഴേക്കും 1 മണിക്കൂർ ആടിനെ മേയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പോൾ പോയിട്ട് പിന്നെ ഞാൻ കുളിക്കലൊന്നുണ്ടാവില്ല, കാരണം 1 മണിക്കൂറല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ആടിൻ്റെ വയറൊക്കെ നിറയാറായി കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ പുഴയിലേക്ക് പോയത്. അങ്ങനെ പുഴയിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഭൂകമ്പവും പിന്നെ മരണങ്ങളും ഓരോന്നൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. പിന്നെ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയ ശേഷമാണ് ധൈര്യമൊക്കെ സംസാരിക്കാനൊക്കെ ഒരു ഇത് വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടവഴിയൊക്കെ കടന്നു പോയിട്ട് ഇവിടെ ഒരു എത്താറാകുമ്പോൾ ഒരു വളപ്പുണ്ട്. ആ വളപ്പ് വരെയാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം കൂടുതലാണെന്നാണ് പറയുന്നത് കേട്ടത് കേട്ടോ. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലായിരുന്നു. ഇവിടെയാണ് പുഴയിലത്തെ വെള്ളം കെട്ടിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഇനി കാല് പോകുന്നോ എന്നുള്ള ഒരു ഇതൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്കായ കാരണം വീടുകളൊന്നും ഇല്ല അവിടെ. എന്നാലും മെല്ലെ ധൈര്യം സംഭരിച്ച് മെല്ലെ മുന്നോട്ട് നടന്ന് ഈ വളപ്പിലാണ് വെള്ളം കയറിയത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് പുഴ. അപ്പോൾ ഈ പുഴയും ഈ വളപ്പും ഒന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിറയെ ചെടികളും പിന്നെ പയർ കുമ്പളം അങ്ങനെ സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഒക്കെ നശിച്ചു പോയി, മരങ്ങൾ പൊട്ടി വീണു ആ ഇടവഴിയുടെ അവിടെ. അങ്ങനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ കറണ്ട് ഇനി അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം വെള്ളം നിറയ്ക്കാനുള്ള ഡ്രമ്മുകളുണ്ടായിരുന്നു അവിടെ, വലിയ ടാങ്കായിരുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ പുഴ. ഈ വഴിയൊക്കെ ആകെ
തടസ്സമായിരുന്നു. കാരണം എല്ലാ കമ്പിവേലിയൊക്കെ വീണ് മറിഞ്ഞിട്ട് ആ വഴിയൊക്കെ ബ്ലോക്കായിരുന്നു. ഇനി പുഴയ്ക്ക് പോകണ വഴിയാണ് കേട്ടോ. അതിപ്പോൾ കാണാൻ തന്നെ ഇല്ല. അങ്ങനെ വെള്ളം കയറി, ഈ അറ്റം വരെ വെള്ളം കയറി. അപ്പോൾ എനിക്ക് ഇതിനെ നടക്കാൻ പേടിയുണ്ടായിരുന്നു. കാരണം വല്ല ജന്തുക്കളൊക്കെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടോ, ഇനി വേറെ വല്ലതും ജന്തുക്കളും വരുമോ എന്നൊക്കെ നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിങ്ങനെ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ പുഴയിലത്തെ കുറച്ച് ദൂരത്തു നിന്ന് എടുത്തതാണ്. അതാണ് വെള്ളം കാണാണ്ടില്ലേ, കുറച്ച് അകലെ എടുക്കണം കേട്ടോ. ഞാനത് സൂമാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് വീഡിയോ. ഇപ്പോൾ പുഴ ഇപ്പം നല്ല ആയിട്ടുണ്ട് കേട്ടോ. പുഴയിൽ നല്ല വെള്ളമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വേലിയൊക്കെ അങ്ങോട്ട് മറിഞ്ഞിട്ട് കടക്കാൻ പറ്റില്ല. പിന്നെ മരങ്ങളുടെ കഷ്ണങ്ങളൊക്കെ വീണിട്ട് ആകെ ബ്ലോക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ അവസ്ഥ. കാരണം അതുപോലെ പച്ചക്കറി കണ്ടില്ല, എല്ലാം നശിച്ചു എന്ന് പറഞ്ഞാലും വേണ്ടില്ല. ഇനി കറണ്ടൊക്കെ എടുക്കണമെങ്കിൽ 10-15,000 രൂപ വേണം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വെള്ളിയാട് സ്ഥലത്ത് പൈപ്പിൽ വെള്ളമില്ല, മോട്ടറൊക്കെ പോയി. അങ്ങനെ ഞാൻ ആദ്യം ശരിയാക്കണം ഈ സംഭവങ്ങളൊക്കെ. വെള്ളം വന്ന് കയറിയുള്ള സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലായത് കൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ വെള്ളം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ഇടവഴി ഫുള്ള് വെള്ളം. അങ്ങനെ ഇത്ര ഭാഗം തന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ഇടവഴി. ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ച് പോകുമ്പോഴേക്ക് ഇതാ നമ്മുടെ ആടൊക്കെ എന്നെ നോക്കി നിൽക്കണ്ടായിരുന്നു, എവിടേക്കാണ് പോയിച്ചിട്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ കൂടെ ഒലിച്ച് പോവോ, അവിടെ എന്താ സംഭവിച്ചെന്ന് ആടിനറിയില്ലല്ലോ. എന്നാലും ഞാൻ മെല്ലെ അങ്ങനെ പതുക്കെ വന്നു. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. കുറച്ച് തുണികളൊക്കെ വീട്ടിൽ തന്നെയാണ് അവിടെ തിരുമ്പിയിട്ടതൊക്കെ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഇനി തുണി തോരിടാൻ പോകണം. അപ്പോൾ പിന്നെ അമ്മ ഉണ്ടല്ലോ, അപ്പോൾ അമ്മ സമയമായ കാരണം അമ്മ തുണികളൊക്കെ തുണി വിരിച്ചിടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇനി വേഗം ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ വെച്ചു, അമ്മ തുണിയൊക്കെ വിരിച്ചിടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഇനി ഷോപ്പിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു. സമയം 10 മണിയായി, കാലത്ത് 10 മണിയായി. 10:10 ബസ്. അപ്പോൾ ഒന്ന് നടക്കാൻ, റെയിലിൻ്റെ മുകളിൽ കൂടെ നടക്കാനൊന്നും പോകില്ല, ഇവിടെ അടുത്ത് തന്നെ പോവുകയാണ് ബസ്സിന്. അങ്ങനെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് പോകാം കേട്ടോ. ഷോപ്പിലേക്ക് പോകുമ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കണം. അവിടെയൊക്കെ നല്ല വഴുക്കലാണ് കേട്ടോ. അത്രയും ഇതാണ്. മഴ പോയി പറഞ്ഞിട്ട് കാര്യമില്ല, വഴുക്കലൊക്കെ ഇപ്പം മാറണേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ റോഡിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പടിക്കലത്തെ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ബസ്സിൽ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും കൂടി വാണി